നേന്ത്രപ്പഴവും വെള്ളരിക്കയും വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലേക്ക് ഒരു കുഞ്ഞു വെള്ളരിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാനത് മുഴുവൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ പകുതി മതി. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക. ഒരു ഗ്ലാസ് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ അത്രയും ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം അരയാൻ പാകത്തിന് അത്രയും വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം, ഇപ്പം ആവശ്യമില്ല. അപ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 5-8 ചെറിയുള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി നമ്മൾ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ ഇട്ടോ. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തോളൂ. കാശ്മീരി ആയതുകൊണ്ട് അത്ര എടുത്തില്ല, സാധാ മുളക് പൊടിയാണെങ്കിൽ അത്ര വേണ്ട. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ചെറിയ നേന്ത്രപ്പഴം ചേർത്തിട്ടുണ്ട്. നമ്മളിതിനെ ഇവിടെ മധുരക്കറി എന്നാണ് കേട്ടോ പറയുക. ചില സ്ഥലത്ത് പുളിശ്ശേരി അങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം നേന്ത്രപ്പഴവും വെള്ളരിക്കയൊക്കെ വെച്ച് ചെയ്യും, നേന്ത്രപ്പഴം മാത്രം വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം അത്യാവശ്യം വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നമുക്കൊരു 5-6 മിനിറ്റ് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. നേന്ത്രപ്പഴം നമുക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതേ മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ ഇനി ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറവാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങയുടെ അരപ്പൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്, കാരണം നമുക്കിനി തൈര് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ലൂസാവും. അപ്പോൾ ഒരുപാട് വെള്ളം പോലെയാണ് ഇപ്പോൾ എങ്കിൽ പിന്നെ നല്ല വെള്ളം പോലെ ആയിപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പോളം, അധികം പുളിയില്ല, ഒരു നോർമൽ പുളിയുള്ള തൈരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടാവാൻ പാടില്ല, ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക, നിർബന്ധമില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല കിടിലൻ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.